വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത്. അതായത് ഓൾ അബൌട്ട് മെൻസ്ട്രൽ കപ്പ്. ഞാനൊരു 5 months ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവവും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ, എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ഗുണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സമയങ്ങളിൽ വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനലിലേക്ക് ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ മിസ് ചെയ്ത് കാണാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരെല്ലാം എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിൽ കുറേ ഡൗട്ട്സ് വരും. കൂടുതലായിട്ട് മനസ്സിലേക്ക് വരുന്നത് പേടിയായിരിക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? കാരണം നമ്മളിത് ഇൻറ്റിമേറ്റ് ഏരിയയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജിക് ഇൻഫെക്ഷൻ ഉണ്ടാവുമോ, അങ്ങനത്തെ പേടിയായിരിക്കും പലർക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുടെ സജഷൻസ് കേട്ടിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അവരുടെ അനുഭവം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. യൂസ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏത് ബ്രാൻഡിൻ്റെ നമ്മൾ വാങ്ങും എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ ഏത് ബ്രാൻഡ് വാങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പർപ്പിളിൽ ഞാൻ വേറെ എന്തോ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു സാൻഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് എനിക്ക് ഞാൻ കണ്ടു. അപ്പോൾ ഇത് വാങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അതിൻ്റെ കുറേ റിവ്യൂസ് വായിച്ചപ്പോൾ നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ഇതിൻ്റെ പ്രോഡക്റ്റ് വൈസും അതുപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി സൈഡും ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇതിനകത്തൊരു ബാഗായിട്ടാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ബാഗിനകത്താണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാം. നെക്സ്റ്റ് പീരീഡ് ആവുന്നവരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഗ് ഇവർ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ്. നമുക്കിത് പാർട്സിൻ്റെ പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പീരീഡ്സിൻ്റെ ആ ടൈമിൽ വരുന്ന ഒരുപാട് ഡിസ്കംഫോർട്ട്സ് ഉണ്ടല്ലേ, നമുക്ക് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡിസ്കംഫോർട്ടായിരിക്കും. ഇത് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓവർഫ്ലോ ഉള്ള ടൈമിലാണെങ്കിൽ നമുക്ക് ലീക്കേജിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻസ് അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഇത് ഏത് രീതി വേണമെങ്കിലും ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ 2 രീതിയിലാണ് ഫോൾഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു വിരൽ ഇങ്ങനെ നടുക്ക് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ 2 വിരലുകൊണ്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ അമർത്തി പിടിക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് വജനയിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ നടുക്കത്തെ വിരലില്ലേ അത് ജസ്റ്റ് എടുക്കുക. എടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് ഈസി ആയിട്ട് വന്നോളും. അതാണ് ഒരു രീതി പറയണത്. ഇനി ആ ഒരു രീതി നമുക്ക് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതായത് ഫുള്ളായിട്ടും ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. കണ്ടോ, ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുതായി കിട്ടും. ഈ ഒരു ഏരിയ കുറച്ചും കൂടെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് വെളിയിലായിട്ട് വേണം പിടിക്കാനായിട്ട്. ഇങ്ങനെ ഇവിടെ വേണം പിടിക്കാനായിട്ട്. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരലും കൂടെ ഉള്ളിൽ പോകണ മാതിരിയാവും. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവില്ല. നമ്മൾ പെട്ടെന്ന് വിരൽ വലിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വെളിയിലോട്ട് തന്നെ ചാടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ച് ഇങ്ങനെ മടക്കിയതിന് ശേഷം കുറച്ച് നീട്ടി ഇവിടെ ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രയൽ നമുക്ക് എന്തായാലും ഇത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുക. ഒരിക്കലും നമ്മൾ ടെൻഷൻ ആവാൻ പാടില്ല. ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ്, ആ ഒരു ഭാഗത്തുള്ള മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റൻ ആവും. അപ്പോൾ നമുക്ക് ഇത് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടെൻസ്ഡ് ആവാതെ കൂളായിട്ട് മൈൻഡ് വെച്ചതിന് ശേഷം വേണം ഇത് ട്രൈ ചെയ്യാനായിട്ട്. ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇരിക്കുന്ന കുറച്ച് പൊസിഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുമല്ലോ, താഴെ ഇങ്ങനെ 2 കാല് മടക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനും, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കാല് എവിടെയെങ്കിലും പൊക്കത്തിൽ വെച്ചിട്ട്, ഇപ്പം യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മേളിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്കിത്
കിട്ടില്ല. ഫസ്റ്റ് നമുക്ക് ഇത് പരിചയമില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് നമ്മളിപ്പം ജസ്റ്റ് ഞാനിപ്പോൾ പറയുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് വിടാൻ പാടില്ല. അപ്പോൾ ഇത് പുറത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ കുറച്ച് ഇതിങ്ങനെ മടക്കിയതിന് ശേഷം കുറച്ച് ഉള്ളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് വേണം ഇത് വിടാനായിട്ട്. അപ്പം മാത്രമാണ് ഇത് നന്നായിട്ട് ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കത്തുള്ളൂ. പിന്നെ വേറൊരു ഡൗട്ടുണ്ട്, പലർക്കും പേടിയുള്ളത് ഇതങ്ങ് ഉള്ളിലോട്ട് അങ്ങ് കയറി പോകുമെന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും പോകില്ല കേട്ടോ. നമ്മുടെ ആ ഒരു കർവിക് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് കേർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഒരു പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വളച്ചാൽ മാത്രമേ ഉള്ളിലോട്ട് പോകുള്ളൂ. അങ്ങനെ എന്തായാലും ഈ ഒരു സാധനം പോകില്ല, അത് അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ പേടിക്കാനില്ല. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരിക്കലും ഉള്ളിലോട്ട് പോവില്ല. ഉള്ളിലോട്ട് പോയി കയറിപ്പോയി ഇരുന്നാൽ തന്നെ നമുക്കിത് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ കിട്ടും. അങ്ങനെ ഒരിക്കലും ടെൻഷൻ ആവണ്ട. എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ കുറേ പ്രാവശ്യം ഇത് കയറിപ്പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെന്തായാലും നമുക്ക് പിടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇത് അങ്ങനെ ഉള്ളിലേക്ക് കയറി പോവില്ല, അങ്ങനെ പേടിക്കുക വേണ്ട നിങ്ങൾ. പിന്നെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇത് മാത്രമായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. ഇത് കുറച്ച് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് വലിക്കുക. അപ്പോൾ ഈ സാധനം നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ അമർത്തിയിട്ട് വേണം ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിത് വെക്കുമ്പം ഉള്ളൊരു മടക്കുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു മടക്ക് ഇവിടെ വരും. ആ ഒരു മടക്കോട് കൂടി തന്നെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ടൈം നമ്മൾ എടുത്തിട്ട് വെക്കുമ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരു ടൈം ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ധൈര്യം വരും. ആ ധൈര്യം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ പറയണത് ഇത് 8 hours വരെ വെക്കാമെന്നാണ്. കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒരു 4 to 5 hours ആകുമ്പോഴത്തേക്കും നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം അങ്ങനത്തെ ഒരു നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്കിത് എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം അവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നു പോകുന്നുള്ളതാണ് സത്യം കേട്ടോ. കാരണം നമുക്കിത് ഒരു ഡിസ്കംഫോർട്ട് തോന്നില്ല, നമുക്ക് പീരീഡ്സ് ആണെന്ന് പോലും നമ്മൾ മറന്നു പോകും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ 3rd day ആയപ്പോഴത്തേക്കും ഞാൻ നൈറ്റ് ഫുള്ളായി വെച്ചിട്ട് രാവിലെ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഓർത്തത് ഈ സാധനം ഉള്ളിലിരിക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മറന്നുപോകും. അത്രയും കംഫർട്ടബിൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രാത്രി ഉറങ്ങാമെന്നുള്ളതാണ്. അതായത് പീരീഡ്സിൻ്റെ ടൈമിൽ എല്ലാവർക്കും അറിയാം രാത്രി സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും മിക്കവരും അല്ലേ. അപ്പോൾ ആ ഒരു പേടിയില്ല, നമുക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സംഭവം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. ചൂടുവെള്ളം അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ ഇപ്പോൾ ഹീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കാണിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാഡ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ അത് നമുക്കും നല്ലതാണ്, നേച്ചറിനും നല്ലതാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങളുടെ ഉപയോഗങ്ങൾ നമ്മൾ മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പീരീഡ്സിൻ്റെ അത്രയും ദിവസം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. അതിന് കുറേ പേർക്ക് ഡൗട്ടുള്ളത് ഏതൊക്കെ ഏജിൽ നമുക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് മാത്രമാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് അറിയില്ല, ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇവർ പറയണത് 18 years തൊട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാം. 18 years to മാരേജ് വരെയാണ് നമുക്ക് ഈ ഒരു എസ് സൈസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർ മാരേജ് എമ്മും, അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി, അതുപോലെ തന്നെ ആഫ്റ്റർ പിന്നെ വേറെ എന്തെങ്കിലും സർജറി കാര്യങ്ങൾ അങ്ങനെ ഓവർഫ്ലോ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ലാർജ് സൈസ് ഉള്ളത്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഡിയം സൈസാണ്. മീഡിയം സൈസ് എനിക്ക് കംഫർട്ടബിൾ ആണ്. കാരണം നോർമലായിട്ടുള്ള ഒരു 4 to 5 days ഉള്ള ഫ്ലോ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു 4 to 5 hours ചേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മതിയാവും എന്നുള്ളതാണ്. കാരണം അതൊരിക്കലും അത്രയും ഇത് നിറയേണ്ട അത്രയും വലിയ ഫ്ലോ ഒന്നും നമുക്ക് ഒരു നോർമൽ ഒരു ലേഡിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീഡിയം സൈസ് തന്നെ കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആഫ്റ്റർ 18 ഏജ് ആണ് ഇത് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങളൊരു ടീനേജർ ആണ്, നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഡിസ്കംഫോർട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ കാര്യങ്ങളാണ് എൻ്റെ ഒരു അനുഭവത്തിലും പിന്നെ എനിക്ക് അറിയണ കാര്യങ്ങളും ഇതിനെക്കുറിച്ചിട്ട് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്.
ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതുവരെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കംഫർട്ട് ലെവൽ മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരിക്കലും തിരിച്ച് പാഡിലേക്ക് പോകില്ല. അത് 100% ആണ്. അതുപോലെ തന്നെ ഈ ഒരു സാധനം നമുക്കിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 8 years വരെ ഇത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് ക്ലീൻ ചെയ്ത് പീരിയഡ്സിൻ്റെ ആ ഒരു ടൈമിൽ മാത്രം യൂസ് ചെയ്യുക, ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മിനിമം 5 years നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വില വന്നിട്ട് ഇതിൽ 500 rupees ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കിത് ഓഫറിൽ എനിക്ക് തോന്നുന്നു 399 എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മൾ എത്രയോ രൂപയാണ് പാഡ് വാങ്ങിച്ചിട്ട് കളയുന്നത് അല്ലേ. അപ്പോൾ അതിനേക്കാളും എത്രയോ കംഫർട്ടബിളും അതുപോലെ തന്നെ എത്രയോ നല്ലതുമാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ.